ഗുഡ് മോർണിംഗ്. സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അസ്നത്ത് സിക്ക് നോ റെസ്പോൺസ്. ഓക്കെ. മൈറ്റോകോൺട്രിയ പറ. ഇന്നലെ പഠിപ്പിച്ച മൈറ്റോകോൺട്രിയ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ. 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 ഗുഡ്. അഖിൽ ജയ്മോൻ. അമൃത എം എസ്. എനിക്ക് ലൈസോസോം എക്സ്പ്ലെയിൻ ചെയ്യും. അമൃത. ലൈസോസോം എക്സ്പ്ലെയിൻ ചെയ്യും. ദെൻ എനിക്ക് മ്യൂട്ട് ചെയ്തോ. ജസ്മി ജെയ്സൺ. എനിക്ക് ലൈസോസോം എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ. എൻസൈൻ പറയുന്ന പേരെന്താ? നിങ്ങൾ കേൾക്കുന്നില്ലേ? ഓക്കെ. മ്യൂട്ട് ചെയ്തോ. സാന്ദ്ര കെ ബി. ലൈസോസോം എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ. ഹൈഡ്രോലൈറ്റിക് എൻസൈം. കൺസെം പറ. യാ. ഓക്കെ. ഗുഡ്. ഷംന ഷെറിൻ. സൂര്യ സുനിൽ. ഓക്കെ. പെറോക്സിസോം പറ. സ്ട്രക്ചർ തൊട്ട് പറ. ഓക്കെ. ഓക്കെ. ആബിദ്.
സുനിത മാധവൻ. ഓക്കെ, ആബിദ് കേൾക്കുന്നുണ്ടോ? സീലിയ ആൻഡ് ഫ്ലാജെല്ല എക്സ്പ്ലെയിൻ ചെയ്യാം. കേൾക്കുന്നില്ലേ ആബിദ്? മ്യൂട്ട് ചെയ്തോ? മ്യൂട്ട് ചെയ്തോ? സുനിത മാധവൻ. സരിത എം ജി. സുനിത മാധവൻ കേൾക്കുന്നുണ്ടോ? നസ്രീന ഷെറിൻ. നസ്രീന ഷെറിൻ. സീലിയ ആൻഡ് ഫ്ലാജെല്ല എക്സ്പ്ലെയിൻ ചെയ്യാം. സീലിയ ആൻഡ് ഫ്ലാജെല്ല എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ. 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 ഓക്കെ, ഗുഡ്. അനഘ പ്രഭാകരൻ. സെൻട്രിയോട് പറ. ഓക്കെ. ഓക്കെ, ഗുഡ്. ഓക്കെ, ഇന്നലെ ഇത്രയാണ് പഠിച്ചത്. നെക്സ്റ്റ് 14ാമത്തെ ഓർഗനിലെ വാക്യൂൾ ആണ്. വാക്യൂളിന്റെ സ്ട്രക്ചർ എ സാക്ക് ഓഫ് ഫ്ലൂയിഡ് സറൗണ്ടഡ് ബൈ എ മെംബ്രെയിൻസ്. അതായത് ഒരു പാളിനെ ചുറ്റി കാണപ്പെടുന്ന സഞ്ചിയിൽ ഫ്ലൂയിഡ് നിറഞ്ഞൊരു സ്ട്രക്ചർ ആണ്. സാക്ക് എന്ന് പറഞ്ഞാൽ സഞ്ചി അല്ലെങ്കിൽ അറ. ഒരു അറയ്ക്കുള്ളിൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ദ്രാവകം. ഓക്കെ, ഒരു ദ്രാവകം നിറഞ്ഞ മീൻസ് സഞ്ചിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു അറയ്ക്കുള്ളിൽ ദ്രാവകം നിറഞ്ഞ സ്ട്രക്ചർ ആണ്. അത് മെംബ്രെയിൻസിന് ചുറ്റിയാണ് കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് വെരി ലാർജ് ഇൻ പ്ലാന്റ്സ്. ഇത് ചെടികളിൽ വളരെ വലുതായിരിക്കും. ഓക്കെ, ചെടികളിൽ ഇത് വളരെ വലുതായിരിക്കും. ഇതാണ് സ്ട്രക്ചർ. സ്ട്രക്ചർ ക്ലിയർ ആയോ? വാക്യൂളിന്റെ സ്ട്രക്ചർ ക്ലിയർ ആയോ? Is it clear? Okay. ഓക്കെ, സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സാക്ക് ഓഫ് ഫ്ലൂയിഡ്. സാക്ക് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഞ്ചി അല്ലെങ്കിൽ ഒരു അറ. ആ അറയ്ക്കുള്ളിൽ ഫ്ലൂയിഡ് നിറഞ്ഞ സ്ട്രക്ചർ ആണ് ഈ വാക്യൂളിൻ്റെത്. ഓക്കെ, അത് മെംബ്രെയിൻസിനെ ചുറ്റിയാണ് കാണപ്പെടുന്നത്. മീൻസ് പാളികളെ ചുറ്റിയാണ് കാണപ്പെടുന്നത്. ഒരു സാക്ക് ഓഫ് ഫ്ലൂയിഡിന്റെ സ്ട്രക്ചർ ആണ്. മീൻസ് ഒരു അറയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു സഞ്ചിക്കുള്ളിൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ അല്ലെങ്കിൽ ദ്രാവകം. ഓക്കെ, ഒരു സഞ്ചിക്കുള്ളിൽ ദ്രാവകം നിറഞ്ഞ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു അറയ്ക്കുള്ളിൽ ദ്രാവകം നിറഞ്ഞ രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ആണ്. ദെൻ അത് മെംബ്രെയിൻസിന് ചുറ്റിയാണ് കാണപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, വെരി ലാർജ് ഇൻ പ്ലാന്റ്സ്. ഇത് ചെടികളിൽ വളരെ വലുതായിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഫങ്ഷൻ ആണ് പറയുന്നത്. ദാറ്റ് യൂസ്ഡ് ഫോർ ടെമ്പററി സ്റ്റോറേജ് ഓഫ് വേസ്റ്റ്, ന്യൂട്രിയൻസ് ആൻഡ് വാട്ടർ. ഓക്കെ, ഫങ്ഷനിലോട്ട് വരുമ്പോൾ അതായത് താൽക്കാലികമായിട്ടുള്ള സ്റ്റോറേജ് ആണ്. അതായത് വേസ്റ്റിന്റെയും ന്യൂട്രിയൻസിന്റെയും അതുപോലെ തന്നെ വാട്ടറിന്റെ ഒക്കെ സ്റ്റോറേജ്, താൽക്കാലികമായിട്ടുള്ള സ്റ്റോറേജ് ആണ് ഇതിന്റെ ഫങ്ഷൻ അല്ലെങ്കിൽ ധർമ്മം. ഓക്കെ, അതായത് വേസ്റ്റ്, ന്യൂട്രിയൻസ് എന്ന പോഷകാംശങ്ങൾ അല്ലെങ്കിൽ പോഷകഘടകങ്ങൾ, വേസ്റ്റ്, ന്യൂട്രിയൻസ് അതുപോലെ തന്നെ വാട്ടർ, ഇതിന്റെ എല്ലാം താൽക്കാലികമായിട്ടുള്ള സ്റ്റോറേജ് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ് ഇതിന്റെ ധർമ്മം അല്ലെങ്കിൽ ഫങ്ഷൻ. Is it clear? Clear? Okay. Next, 15ാമത്തത് പ്ലാസ്റ്റിഡ്സ് ആണ്. ഓക്കെ, പ്ലാസ്റ്റിഡിന്റെ സ്ട്രക്ചർ നോക്കാം. ഇൻ ദാറ്റ് പ്ലാസ്റ്റിഡ് ഈസ് എ ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനല്ലേ. ഓക്കെ, പ്ലാസ്റ്റിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പാളികൾ കൊണ്ട് നിറഞ്ഞ രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ആണ്. ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പാളികൾ ബൗണ്ട് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ആണ്.
പ്ലാസ്റ്റിഡ് എന്ന് പറഞ്ഞാൽ രണ്ട് പാളികൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു ഓർഗനല്ലേ ആണ്. അതാണ് സ്ട്രക്ചർ. പ്ലാസ്റ്റിഡ് ഈസ് എ ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനല്ലേ, അതായത് രണ്ട് പാളികൾ ചുറ്റി കാണപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ആണ് പ്ലാസ്റ്റിഡിന്റെ. ഓക്കെ, ക്ലിയർ ആയോ സ്ട്രക്ചർ? ഓക്കെ, then next what? Okay, then three types of plastids in plant cells. അതായത് പ്ലാന്റ് സെൽസിൽ മൂന്ന് തരത്തിലുള്ള പ്ലാസ്റ്റിഡ്സ് ആണ് ഉള്ളത്. പ്ലാന്റ് സെൽസിൽ മൂന്ന് തരത്തിലുള്ള പ്ലാസ്റ്റിഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, in that first one ക്ലോറോപ്ലാസ്റ്റ്. ഒന്നാമത്തെ പ്ലാസ്റ്റിഡിന്റെ ടൈപ്പ് ക്ലോറോപ്ലാസ്റ്റ് ആണ്. then അതിന്റെ ഫംഗ്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് ഹെൽപ്സ് ഫോട്ടോസിന്തസിസ്, മീൻസ് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുക. അതാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ ധർമ്മം. അതാണ് ഒന്നാമത്തെ പ്ലാന്റ് സെല്ലിലെ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ്. ഓക്കെ, അതായത് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് ഹെൽപ്സ് ഫോട്ടോസിന്തസിസ്, അതായത് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. ഒന്നാമത്തത് കിട്ടിയോ? ഒന്നുകൂടി പറയണോ? ഓക്കെ, ത്രീ ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിഡ്സ് ഇൻ പ്ലാന്റ് സെൽസ്. അതായത് പ്ലാന്റ് സെൽസിൽ സസ്യകോശങ്ങളിൽ മൂന്ന് തരത്തിലുള്ള പ്ലാസ്റ്റിഡ്സ് ആണ് കാണപ്പെടുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ, ദെൻ അതിലെ ഫസ്റ്റ് വൺ ആണ് പറഞ്ഞിരിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് അതിന്റെ ഫംഗ്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് ഹെൽപ്സ് ഫോട്ടോസിന്തസിസ്, അതായത് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിഡിന്റെ ടൈപ്പ് ഫോട്ടോസിന്തസിസിനാണ് സഹായിക്കുന്നത്. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ പ്രകാശ സംശ്ലേഷണം, നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. പ്രകാശ സംശ്ലേഷണത്തിനാണ് സഹായിക്കുന്നത്. ഒന്നാമത്തെ ടൈപ്പ് ക്ലിയർ ആയോ? ഓക്കെ, then second type ക്രോമോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റ് ഓക്കെ, അതിന്റെ ഫംഗ്ഷൻ നോക്കാം. സിന്തസിസ് ആൻഡ് സ്റ്റോർ പിഗ്മെന്റ്സ്. പിഗ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ നൽകുന്ന വസ്തുക്കളെയാണ് പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. മീൻസ് നിറം നൽകുന്ന വസ്തുക്കളെയാണ് പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ക്രോമോപ്ലാസ്റ്റ് എന്തിനാണ് സഹായിക്കുന്നത്? പിഗ്മെന്റ്സിന്റെ ഉൽപാദനം. സിന്തസിസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനം. ഓക്കെ, അതായത് പിഗ്മെന്റ്സിന്റെ ഉൽപാദനത്തിനും അതുപോലെ തന്നെ അതിന്റെ സ്റ്റോറേജിനുമാണ് സഹായിക്കുന്നത്. ഓക്കെ, പിഗ്മെന്റ്സിനെ ഉൽപാദിപ്പിക്കുകയും then അതിനെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നു. പിഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ കളർ. ഓക്കെ, ക്ലിയർ ആയോ? ക്രോമോപ്ലാസ്റ്റ് ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ, അതായത് ക്രോമോപ്ലാസ്റ്റ് ആണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ്. ഓക്കെ, ഇതിന്റെ ഫംഗ്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് സിന്തസിസ് ആൻഡ് സ്റ്റോർ പിഗ്മെന്റ്സ്. പിഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ കളർ. ഓക്കെ, കളർ നൽകുന്ന വസ്തുക്കളെയാണ് പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ക്രോമോപ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ പിഗ്മെന്റ്സിനെ ഉൽപാദിപ്പിക്കുകയും അതുപോലെ തന്നെ അതിനെ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. സിന്തസിസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഉൽപാദനം. ഓക്കെ, ഉൽപാദനത്തിന് സഹായിക്കും, അതായത് പിഗ്മെന്റ്സിന്റെ ഉൽപാദനത്തിന് സഹായിക്കുകയും അതുപോലെ തന്നെ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ക്രോമോപ്ലാസ്റ്റ് എന്നാൽ സിന്തസിസ് ആൻഡ് സ്റ്റോർ പിഗ്മെന്റ്സ്, അതായത് പിഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നിറം നൽകുന്ന വസ്തുക്കൾ. ഓക്കെ, ആ നിറം നൽകുന്ന വസ്തുക്കളുടെ സിന്തസിസിനും ഉൽപാദനത്തിനും അതുപോലെ തന്നെ അതിന്റെ സ്റ്റോറേജിനുമാണ് സഹായിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ, ദെൻ മൂന്നാമത്തെ ടൈപ്പ് ആണ് പറയുന്നത്. മൂന്നാമത്തെ ടൈപ്പ് ലൂക്കോപ്ലാസ്റ്റ്. മൂന്നാമത്തെ ടൈപ്പ് ലൂക്കോപ്ലാസ്റ്റ് ഇൻ ദാറ്റ് സ്റ്റോർ ഫുഡ്. അതായത് ലൂക്കോപ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫുഡിനെ സ്റ്റോർ ചെയ്യുകയാണ്. അതായത് ഏതെല്ലാം രൂപത്തിലാണ് സ്റ്റോർ ചെയ്യുന്നതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. സ്റ്റാർച്ചിന്റെ രൂപത്തിൽ, ദെൻ പ്രോട്ടീന്റെ രൂപത്തിൽ, ദെൻ ലിപ്പിഡിന്റെ രൂപത്തിൽ, അങ്ങനെ മൂന്ന് രൂപത്തിലാണ് ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ലൂക്കോപ്ലാസ്റ്റ് അതിന്റെ ഫംഗ്ഷൻ സ്റ്റോർ ഫുഡ് ആണ്, ഫുഡിനെ സ്റ്റോർ ചെയ്യുകയാണ്. അതായത് ഏതെല്ലാം രൂപത്തിലാണ് അല്ലെങ്കിൽ ഏതെല്ലാം ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാർച്ചിന്റെ ഫോമില്, പ്രോട്ടീന്റെ ഫോമില്, ദെൻ ലിപ്പിഡിന്റെ ഫോമില്. എന്നോട് പറയാം, ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫംഗ്ഷൻ സ്റ്റോർ ഫുഡ് ആണ്, ഫുഡിനെ സ്റ്റോർ ചെയ്യുകയാണ്. അതായത് ഏതെല്ലാം രൂപത്തിലാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്നാണ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്റ്റാർച്ചിന്റെ രൂപത്തില്, ദെൻ പ്രോട്ടീന്റെ രൂപത്തില്, ദെൻ ലിപ്പിഡിന്റെ രൂപത്തില്. Is it clear? ക്ലിയർ ആയോ?
ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് 16ാമത്തെ ലാസ്റ്റ് വൺ. ഓക്കെ, ലാസ്റ്റ് ഓർഗനലിലെ ബേസൽ ബോഡിയാണ്. Okay, basal body in that structure, a cylindrical organelle within the cytoplasm of flagellated and ciliated cells. അതായത് ബേസൽ ബോഡിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിലിണ്ടറിന്റെ ഷേപ്പാണ്. സിലിണ്ടറിക്കൽ ഓർഗനൽ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിന്റെ ഷേപ്പാണ്. വിത്തിൻ ദ സൈറ്റോപ്ലാസം ഓഫ് ഫ്ലാജെല്ലേറ്റഡ് ആൻഡ് സീലിയേറ്റഡ് സെൽസ്. അതായത് ഈ ഓർഗനലിൽ സ്ഥിതി ചെയ്യുന്നത് സീലിയേറ്റഡും ഫ്ലാജെല്ലേറ്റഡുമായിട്ടുള്ള സൈറ്റോപ്ലാസത്തിലാണ്. ഓക്കെ, അതായത് സൈറ്റോപ്ലാസത്തില് ഫ്ലാജെല്ലയും ഉണ്ടാകണം, അതുപോലെ തന്നെ സീലിയും ഉണ്ടാകണം. ഫ്ലാജെല്ലയും സീലിയും നമ്മൾ ഓൾറെഡി പഠിച്ചു. അതുപോലെയുള്ള കോശത്തിന്റെ സൈറ്റോപ്ലാസത്തിലാണ് ഈ ബേസൽ ബോഡി കാണപ്പെടുന്നത്. ഓക്കെ, എന്നിട്ട് പറയാം സ്ട്രക്ചർ എ സിലിണ്ടറിക്കൽ ഓർഗനൽ, അതായത് സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്, മീൻസ് സിലിണ്ടറിന്റെ ഷേപ്പ് ആണ്. ദെൻ വിത്തിൻ ദ സൈറ്റോപ്ലാസം ഓഫ് ഫ്ലാജെല്ലേറ്റഡ് ആൻഡ് സീലിയേറ്റഡ് സെൽസ്. അതായത് ഇത് എവിടെയാണ് കാണപ്പെടുന്നത് അല്ലെങ്കിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫ്ലാജെല്ലേറ്റഡും സീലിയേറ്റഡുമായിട്ടുള്ള കോശങ്ങളുടെ സൈറ്റോപ്ലാസത്തിലാണ് കാണപ്പെടുന്നത്. മീൻസ് അവിടെ ആ സൈറ്റോപ്ലാസത്തിൽ ഫ്ലാജെല്ലന്റെ പ്രസൻസ് ഉണ്ടാകണം, അതുപോലെ തന്നെ സീലിയന്റെ പ്രസൻസ് ഉണ്ടാകണം. അതിലാണ് ഈ ബേസൽ ബോഡി കാണപ്പെടുന്നത്. അതിന്റെ ഷേപ്പ് സിലിണ്ടർ ഷേപ്പ് ആണ്. Is it clear? ഓക്കെ, ബേസൽ ബോഡിയാണ് ലാസ്റ്റ് ഓർഗനല്. ഓക്കെ, ഇൻടാക്ട് അതിന്റെ സ്ട്രക്ചർ ആണ് പറഞ്ഞിരിക്കുന്നത്. എ സിലിണ്ടറിക്കൽ ഓർഗനല് വിത്തിൻ ദ സൈറ്റോപ്ലാസം ഓഫ് ഫ്ലാജെല്ലേറ്റഡ് ആൻഡ് സീലിയേറ്റഡ് സെൽസ്. അതായത് ബേസൽ ബോഡിന്റെ ഷേപ്പ് ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതായത് സിലിണ്ടറിക്കൽ ഓർഗനലാണ്, സിലിണ്ടർ ഷേപ്പ് ആണ്. ഓക്കെ, ദെൻ ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫ്ലാജെല്ലേറ്റഡ് ആൻഡ് സീലിയേറ്റഡ് ആയിട്ടുള്ള സെൽസിന്റെ, ഫ്ലാജെല്ലി സീലി എന്താന്ന് നമ്മൾ പഠിച്ചു, അതിന്റെ സ്ട്രക്ചർ എന്താന്നൊക്കെ പഠിച്ചു. ആ ഫ്ലാജെല്ലേറ്റഡ് അതുപോലെ തന്നെ സീലിയേറ്റഡ് ആയിട്ടുള്ള കോശങ്ങളുടെ സൈറ്റോപ്ലാസത്തിലാണ് കാണപ്പെടുന്നത്. മീൻസ് ആ സൈറ്റോപ്ലാസത്തിൽ ഫ്ലാജെല്ലന്റെ പ്രസൻസും സീലിയന്റെ പ്രസൻസും ഉണ്ടാകും. അതിന്റെ ഉള്ളിലാണ് ഈ ബേസൽ ബോഡി കാണപ്പെടുന്നത്. ബേസൽ ബോഡിന്റെ ഷേപ്പ് സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ ഫംഗ്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഫംഗ്ഷൻ ഫെസിലിറ്റേറ്റ് മൂവ്മെന്റ്. ഓൾറെഡി പറഞ്ഞു സീലിയേറ്റഡ് ആൻഡ് ഫ്ലാജെല്ലേറ്റഡ് ആയിട്ടുള്ള സൈറ്റോപ്ലാസത്തിലാണ് കാണപ്പെടുന്നതെന്ന്. സീലിയന്റെയും ഫ്ലാജെല്ലന്റെയും ഫംഗ്ഷൻ ഓൾറെഡി നമ്മൾ ഫംഗ്ഷനിൽ പഠിച്ചതാണ്. മൂവ്മെന്റ് ആണ്, മീൻസ് മൂവ്മെന്റിന് സഹായിക്കുക. സെയിം തന്നെയാണ് ഇവിടെയും ഫംഗ്ഷൻ ഫെസിലിറ്റേറ്റ് മൂവ്മെന്റ്, മീൻസ് ചലനത്തിന് സഹായിക്കുകയാണ് ചെയ്യുന്നത്. ബേസൽ ബോഡിന്റെയും ഫംഗ്ഷൻ എന്താണ്? ഫെസിലിറ്റേറ്റ് മൂവ്മെന്റ് ആണ്, മീൻസ് ചലനത്തിന് സഹായിക്കുന്നു. Is it clear? ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയാണ് ഓർഗനൽസ്. ഈ ഓർഗനൽസ് 16 കറക്റ്റ് ആയിട്ട് പഠിക്കുക. ദെൻ സെല്ലിന്റെ സ്ട്രക്ചറും കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഇതിന്റെ എക്സാം ഞാൻ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഡേറ്റ് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, ഡേറ്റ് പിന്നീട് പറയാം. ഈ 16 ഓർഗനൽസ് ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് 10 മാർക്സിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പിക്ചറും കറക്റ്റ് ആയിട്ട് പഠിക്കണം. സെല്ലിന്റെ ആ പിക്ചറും കറക്റ്റ് ആയിട്ട് പഠിക്കണം. ദെൻ ഈ 16 ഓർഗനൽസ് പഠിക്കാം. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ടോപ്പിക് മെയിൻ ഹെഡിങ് കൊടുക്കാം, ടിഷ്യൂ. അടുത്ത ഹെഡിങ് ടിഷ്യൂ. ഓക്കെ, ടിഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ പറഞ്ഞ കല. ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചാണ് നിങ്ങൾ. ടിഷ്യൂ എന്ന് പറഞ്ഞാൽ കല. ഓക്കെ ഓക്കെ, ഡെഫിനിഷൻ നോക്കാം. It is a group of cells working together mainly inside an organ. Tissue എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a group of cells working together mainly inside an organ. അതായത് ടിഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. ഗ്രൂപ്പ് ഓഫ് സെൽസ് ചേർന്നതാണ് ടിഷ്യൂ. ഓക്കെ, അതായത് കൂട്ടം ഓഫ് കോശങ്ങൾ ചേർന്നതാണ് ടിഷ്യൂ. ഓക്കെ, അത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ഓർഗൻസിന്റെ ഉള്ളിലാണ്. ഓർഗൻസ് എന്ന അവയവങ്ങളുടെ ഉള്ളിലാണ് പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. ഇതാണ് ടിഷ്യൂവിന്റെ ഡെഫിനിഷൻ. ഒന്നുകൂടി പറയാം. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് വർക്കിംഗ് ടുഗദർ മെയിൻലി ഇൻസൈഡ് ആൻ ഓർഗൻ. അതായത് ഗ്രൂപ്പ് ഓഫ് സെൽസ് കൂടിച്ചേർന്നാണ്, അതായത് കൂട്ടം ഓഫ് കോശങ്ങൾ കൂടിച്ചേർന്നാണ് ടിഷ്യൂ ഉണ്ടാകുന്നത്. ഇത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ഓർഗൻസിലാണ്, മീൻസ് അവയവങ്ങളിലാണ്. ഒന്നുകൂടി പറയാം ഡെഫിനിഷൻ. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് വർക്കിംഗ് ടുഗദർ മെയിൻലി ഇൻസൈഡ് ആൻ ഓർഗൻ. അതായത് കൂട്ടം ഓഫ് കോശങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് ടിഷ്യൂ. ഓക്കെ, ഇത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ഓർഗൻസിന്റെ ഉള്ളിലാണ്.
Is it clear? Clear ആയോ? Okay. Next, subheading കൊടുക്കുക. Classification of tissues. Subheading കൊടുക്കുക. Classification of tissues. Okay. അതായത് ടിഷ്യൂന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. Okay, in that human body is composed of 4 basic type of tissues. Human body is composed of 4 basic types of tissues. അതായത് മനുഷ്യ ശരീരത്തിൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ടിഷ്യൂസ് ആണ് കാണപ്പെടുന്നത്. ഹ്യൂമൻ ബോഡിയിൽ മീൻസ് മനുഷ്യ ശരീരത്തിൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ടിഷ്യൂസ് ആണ്, 4 തരത്തിലുള്ള കോശങ്ങളാണ്, സോറി 4 തരത്തിലുള്ള കലകളാണ് കാണപ്പെടുന്നത്. Okay, ഒന്നുകൂടി പറയാം. ഹ്യൂമൻ ബോഡി ഈസ് കമ്പോസ്ഡ് ഓഫ് 4 ബേസിക് ടൈപ്സ് ഓഫ് ടിഷ്യൂ. കട്ടാവുന്നുണ്ട്? ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഞാനിപ്പോ പറയുന്നത് കട്ടായാണ് കേൾക്കുന്നേ? ഓക്കെ, ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ടിഷ്യൂ ആണ് ഡെഫിനിഷൻ. ഡെഫിനിഷൻ ക്ലിയർ ആയോ? ഡെഫിനിഷൻ ക്ലിയർ ആയിരുന്നോ? ഓക്കെ ഓക്കെ ഓക്കെ. സബ് ഹെഡിങ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടിഷ്യൂ. ക്ലാസിഫിക്കേഷൻ ഓഫ് ടിഷ്യൂ, അതായത് ടിഷ്യൂവിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. മീൻസ് ടൈപ്സ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, in that human body is composed of 4 basic types of tissues. Human body is composed of 4 basic types of tissues. അതായത് മനുഷ്യ ശരീരത്തിൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ടിഷ്യൂസ് ആണ് കാണപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ടിഷ്യൂസ് ആണ് കാണപ്പെടുന്നത്. Is it clear? ക്ലിയർ ആയോ? ഓക്കെ, അത് ഏതൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ എപ്പിത്തീലിയൽ ടിഷ്യൂ. ഫസ്റ്റ് വൺ എപ്പിത്തീലിയൽ ടിഷ്യൂ. സെക്കൻഡ് വൺ കണക്റ്റീവ് ടിഷ്യൂ. തേർഡ് വൺ മസ്കുലാർ ടിഷ്യൂ. then fourth one nervous tissue. ഒന്നും കൂടി പറയാം. ഫസ്റ്റ് വൺ എപ്പിത്തീലിയൽ ടിഷ്യൂ, സെക്കൻഡ് വൺ കണക്റ്റീവ് ടിഷ്യൂ, തേർഡ് വൺ മസ്കുലാർ ടിഷ്യൂ, ഫോർത്ത് വൺ നെർവസ് ടിഷ്യൂ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 2 ടിഷ്യൂസിനെ കുറിച്ചാണ്. ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ 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 ഓക്കെ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിൽ പഠിക്കാനുള്ളത് ഓക്കെ 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 നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനുള്ളത് 2 ടിഷ്യൂസിനെ കുറിച്ച് മാത്രമാണ്. ഓക്കെ, മനുഷ്യ ശരീരത്തിൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ടിഷ്യൂസ് ആണ് കാണപ്പെടുന്നത്. ആ ടിഷ്യൂസിന്റെ പേരാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തത്. അതിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് 2 ടിഷ്യൂസിനെ കുറിച്ചാണ്. നിങ്ങളുടെ സിലബസിൽ പഠിക്കാനുള്ളത് 2 ടിഷ്യൂസിനെ കുറിച്ചാണ്. അതിന്റെ ക്ലാസിഫിക്കേഷനും അതിനെക്കുറിച്ചുള്ളതാണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. Is it clear? ക്ലിയർ ആയോ? ഓക്കെ 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 ഓക്കെ. ഇത്രയും ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അഞ്ജുഷ വി സി. അഞ്ജുഷ വി സി. ഓക്കെ, വാക്യൂൾ എക്സ്പ്ലെയിൻ ചെയ്യും. വാക്യൂൾ
ചോദിച്ചത് ഏതാന്ന് ക്ലിയർ ആയോ? ഓക്കെ, ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യോ? സ്ട്രക്ചർ ഒന്നും കൂടി പറയോ? വാക്യൂൾ സ്ട്രക്ചർ പറ. എന്തിന് ആണ്? ഓക്കെ, ദെൻ ഇത് വെരി ലാർജ് പ്ലാന്റ്സ് ആണ്. ചെടികളിൽ ഇത് വളരെ വലുതായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ ഫങ്ഷൻ പറ. ഓക്കെ, ഗുഡ്. അഖിൽ ജയ്മാൻ, അഖിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മാത്രം മ്യൂട്ട് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, ഞാൻ ഇന്നലെ വിളിച്ചു, മിനിങ്ങാന്നൊക്കെ വിളിച്ചു. നിനക്ക് ഓക്കെ മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. അഖിൽ മ്യൂട്ട് ചെയ്തോ? മ്യൂട്ട് ചെയ്തോ അഖിൽ? അഖിൽ മ്യൂട്ട് ചെയ്തോ? അപർണ എസ്, അപർണ എസ്, അപർണ കേൾക്കുന്നില്ലേ? ഓക്കെ, പ്ലാസ്റ്റിഡ് പറ. ഓക്കെ, ഓക്കെ, ഓക്കെ. ക്രോമോപ്ലാസ്റ്റ്, അപർണ. ഓക്കെ, 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 മ്യൂട്ട് ചെയ്തോ? ലയ ചാക്കോ, ലയ ചാക്കോ, മീഗൾ ഐസക്, മീഗൾ ഐസക്, സാന്ദ്ര അച്ചു, സാന്ദ്ര അച്ചു, സാന്ദ്ര, എനിക്ക് ബേസൽ ബോഡി പറ. ഫൗസി, ഇത് ആരാണ്? ഫൗസിയ. What happened? ഗ്ലേസിൻ മേരി, ഗ്ലേസിൻ മേരി, then സരിത എം ജി, സരിത എം ജി, ബേസൽ ബോഡി പറ. ബേസൽ ബോഡി, ഓക്കെ, ഓക്കെ,